നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഡിസംബർ 30 മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങും. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ മുടങ്ങാം. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ മുടക്കം സംഭവിച്ചേക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയങ്ങളിൽ അതൊരു ആധികാരിക രേഖയല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല ആളുകളും പല രൂപത്തിലുള്ള രേഖകൾ കൊടുത്താണ് ആധാർ കാർഡ് എടുത്തത്. ചില ആളുകളെല്ലാം നമ്മുടെ പഴയ രൂപത്തിലുള്ള ലാമിനേഷൻ ചെയ്ത വോട്ടർ ID കാർഡ്, അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഏതെങ്കിലും ബാങ്കിൻ്റെ പാസ്ബുക്ക് എന്നിങ്ങനെ പല രൂപത്തിലുള്ള രേഖകൾ വെച്ചായിരുന്നു ആധാർ കാർഡ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പറുകൾ എന്നിങ്ങനെ പലതും പല രൂപത്തിലായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. നമുക്കറിയാം, നമ്മുടെ പഴയ വോട്ടർ ID കാർഡിൽ നമ്മുടെ വയസ്സ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത്, ജനനത്തീയതി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുടെയും ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്തായി വന്നത് 1/1/2000 ആ രൂപത്തിലായിരുന്നു ഡേറ്റ് ഓഫ് ബർത്തുകൾ വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തത് നമ്മുടെ ലാൻഡ് ഫോൺ നമ്പർ ആയിരുന്നു അന്ന് പല ആളുകളും. അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകളും നമ്മുടെ ലാൻഡ് ഫോൺ നമ്പർ ആയിരുന്നു അന്ന് കൊടുത്തത്. പേരും അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ ID കാർഡിൽ നമുക്കറിയാം, നമ്മുടെ സർനെയിമോ ഇനീഷ്യൽ ഇല്ലാത്ത രൂപത്തിലായിരുന്നു നമ്മുടെ വോട്ടർ ID കാർഡെല്ലാം പഴയ രൂപത്തിലുണ്ടായിരുന്നത്. ആ രൂപത്തിലായിരുന്നു അതും നമ്മൾ കൊടുത്തിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായി, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ട ആവശ്യവും വന്നു. അതിനുശേഷമാണ് ആധാർ കാർഡിലെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. ഈ ഡിസംബർ 30 മുമ്പ് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പേര് നമ്മുടെ SLC ബുക്കുള്ളതുപോലെ തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൈവശം മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിൽ ID കൂടി ഇതിൽ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഡിസംബർ 30 മുമ്പ് തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ ആധാർ കാർഡിലെ തെറ്റുകൾ പിന്നീട് നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ തന്നെ. ജനുവരി മാസം മുതൽ ഇതിനെല്ലാം വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാനും ശ്രദ്ധിക്കുക. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആധാർ കാർഡ് എടുക്കണമെങ്കിൽ ഒരുപാട് രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും. അത് 15 വയസ്സിന് ശേഷമാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ വിസിറ്റ് അടക്കമുള്ള പല കാര്യങ്ങളും നമ്മൾ തെളിവായി ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 5 വയസ്സിന് മുമ്പ് തന്നെ ആധാർ കാർഡ് എടുക്കുക. കുട്ടിക്ക് 1 അല്ലെങ്കിൽ 6 മാസമോ ആകുമ്പോൾ തന്നെ ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും 5 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമുക്കറിയാം, നമ്മൾ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുമ്പോൾ കുട്ടിയുടെ ഫോട്ടോ മാത്രമാണ് അവിടെ രേഖയായിട്ട് ആധാർ അതോറിറ്റി രേഖപ്പെടുത്തുന്നത്. പിന്നീട് കുട്ടികളുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ 5 വയസ്സിന് ശേഷമുള്ള അപ്ഡേഷനിലാണ് അവർ റെഡിയാക്കുക. അങ്ങനെ 5 വയസ്സിന് ശേഷമുള്ള അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഫിംഗർ പ്രിൻ്റ് അടിസ്ഥാനമാക്കി ആധാർ കാർഡ് ചെയ്യുന്ന രേഖകൾക്കെല്ലാം അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അടിസ്ഥാനമാക്കി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം 15 വയസ്സ് കഴിഞ്ഞാൽ 15 വയസ്സിന് ശേഷം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ കണ്ണ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ഫേസ് ഓതൻറ്റിക്കേഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് തന്നെ അപ്ഡേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിസംബർ 30 മുമ്പ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലർക്ക് കേന്ദ്രത്തിലുള്ള വിഹിതം ലഭിക്കുന്നില്ല. പെൻഷൻ 2000 രൂപയായിട്ടുണ്ടെങ്കിലും പല ആളുകൾക്കും 1500, 1800 എന്നിങ്ങനെ പല രൂപത്തിലാണ് പെൻഷൻ ലഭിക്കുന്നത്. അതിന് കാരണമായി സർക്കാർ പറയുന്നത് ആധാർ കാർഡിലെ തെറ്റുകളാണ്. ആധാർ കാർഡിലെ ഒരു പേര്, ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാൻ കാർഡിലെ ഒരു പേര്, മറ്റൊരു ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൽ മറ്റൊരു പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിങ്ങനെ പലർക്കും പല രൂപത്തിലാണ് രേഖകളെല്ലാം ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെല്ലാം കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനിയും പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകളും ഈ 30 മുമ്പ് തന്നെ ലിങ്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് പെൻഷൻ അടക്കമുള്ള നിങ്ങളുടെ ബാങ്കിങ് കാര്യങ്ങൾക്കെല്ലാം ഇത് ബാധകമാവും. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് KYC പൂർത്തിയാക്കാത്ത ആളുകളാണെങ്കിൽ അവരും ഈ ഡിസംബർ 30 മുമ്പ് തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക.
നമുക്കറിയാം ഇനി അടുത്ത വർഷം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്ത ആളുകൾക്ക് 10,000 രൂപ വരെ ഫൈൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പുതിയ വീഡിയോസുമായി കാണാം. നന്ദി, നമസ്കാരം.